അഴിമതി വിരുദ്ധ സമരവുമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ വിജയരഹസ്യം എന്താണ്? സംശയമില്ല, ഇന്ത്യയെ ശ്വാസം മുട്ടിക്കുന്ന അഴിമതി തന്നെ. ഒന്നു ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകും എന്നൊരു ചൊല്ലുണ്ട്. കെജ്രിവാളിൻ്റെ കാര്യവും അതുതന്നെ. അഴിമതി എന്ന വിപത്താണ് ഡൽഹി മുഖ്യമന്ത്രിയിലേക്കും BJPയുടെ ശക്തനായ എതിരാളി എന്ന സ്ഥാനത്തേക്കും അരവിന്ദ് കെജ്രിവാളിനെ ഉയർത്തിയത്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായ രാഷ്ട്രീയ ആയുധമാക്കിയ കെജ്രിവാൾ അഴിമതി കേസിൽ അറസ്റ്റിലായത് മറ്റൊരു വൈരുദ്ധ്യം. കെജ്രിവാളിനെയും പ്രമുഖ നേതാക്കളെയും ജയിലിലടച്ചാൽ ആം ആദ്മി പാർട്ടി തകരുമോ? ഇല്ല, പകരം മറ്റൊരു ശക്തിയായ വനിതാ നേതാവിൻ്റെ ഉദയമാണ് നടക്കുന്നത്. കെജ്രിവാളിൻ്റെ ഭാര്യ സുനിതയുടെ രാഷ്ട്രീയ പട്ടാഭിഷേകം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ സുനിത കെജ്രിവാളിന് ലഭിക്കുന്നത് വൻ ജനപിന്തുണയാണ്. ഈസ്റ്റ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള റോഡ് ഷോയിലാണ് സുനിത പ്രചാരണത്തിനിറങ്ങിയത്. ഈസ്റ്റ് ഡൽഹിയിലെ കോണ്ട്ലി മേഖലയിലെ വോട്ടർമാരെയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം വാഹനത്തിൽ നിന്ന് സുനിത അഭിവാദ്യം ചെയ്തത്. വാഹനത്തിൻ്റെ സൺറൂഫിൽ കൂപ്പുകൈകളോടെ ജനങ്ങളെ അഭിവാദ്യം ചെയ്താണ് സുനിത റോഡ് ഷോയുടെ ഭാഗമായത്. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാൾ ജയിലിലായതിനാൽ സുനിതയാകും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് AAP നേതൃത്വം അറിയിച്ചിരുന്നു. मैं जानती हूँ आप सब इतना प्यार करते हैं केजरीवाल से, बस यही बात इन लोगों को खटकती है कि दिल्ली के लोग अरविंद जी को इतना प्यार क्यों करते हैं। अरविंद जी का क्या कसूर है? उनका ये कसूर है कि उन्होंने दिल्ली में बिजली फ्री कर दी। कोई पहले बहुत पावर कट लगते थे, अभी कोई पावर कट नहीं लगता, 24 घंटे बिजली आती है। आपके बच्चों के लिए स्कूल बनवाए, हाँ बस का किराया फ्री है, बिजली आपके लिए स्कूल बनवाए, बच्चों के लिए मोहल्ला क्लिनिक बनवाए, और अब महिलाओं को हर महीना 1000 रुपया भी देंगे। इसीलिए इन्होंने इनको गिरफ्तार कर लिया। आपके मुख्यमंत्री शेर हैं, शेर, उन्हें कोई झुका नहीं सकता, उन्हें कोई तोड़ नहीं। ജയിലിലടച്ചതുകൊണ്ട് കെജ്രിവാളിനെ തടയാനാകില്ലെന്ന് വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് സുനിത പറഞ്ഞു. ഡൽഹിയിലെ ജനങ്ങൾക്കായി സ്കൂളുകൾ പണിതു, സൗജന്യ വൈദ്യുതി നൽകി, മൊഹല്ല ക്ലിനിക്കുകൾ തുറന്നു. ഇതിനൊക്കെയാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ്. അത് അവസാനിപ്പിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം. സുനിത പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു.